പെരുവനവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഴയ കാല ചരിത്രങ്ങളും പഴയ കാലവും നമ്മൾ സംസാരിക്കുമ്പോൾ പെരുവനം ഗ്രന്ഥവരി എന്ന് പറഞ്ഞിട്ട് പെരുവനം ഗ്രന്ഥവരിയെക്കുറിച്ച് എല്ലാവരും വളരെ വിശദമായി പറയാറുണ്ട്. ഈ പെരുവനം ഗ്രന്ഥവരി ഏത് കാലഘട്ടത്തിൽ എഴുതിയതാവും, അല്ലെങ്കിൽ പെരുവനം ഗ്രന്ഥവരിയുടെ ആധികാരികത എന്താണ് ഈ പെരുവനം ഗ്രന്ഥവരി എന്നുള്ളതിനെ പറ്റി വിശദമായി ഒന്ന് പറയാമോ? വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് വിനോദ് ഇപ്പോൾ ചോദിച്ചത്. അതായത് എന്താണ് ഗ്രന്ഥവരി എന്നും അത് എത്ര പഴക്കമുള്ളതാണെന്നും അതിൻ്റെ പ്രാധാന്യം എന്താണെന്നും അങ്ങനെ 3 ഭാഗങ്ങളായിട്ട് വേണമെങ്കിൽ ഈ ചോദ്യത്തെ തിരിക്കാനും പറ്റും. ആദ്യമായിട്ട് ഗ്രന്ഥവരി എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് പറയാം. ഗ്രന്ഥവരി എന്ന് പറയുന്നത് ക്ഷേത്രങ്ങളിലോ കോവിലകങ്ങളിലോ ഉള്ള പല കാര്യങ്ങളെയും രേഖപ്പെടുത്തുന്ന ഒരു ഡോക്യുമെൻ്റാണ്. പ്രധാനമായിട്ടും നമ്മളിത് കണ്ടുവരുന്നത് ക്ഷേത്രങ്ങളിലാണ്. എന്നാൽ പെരുമ്പടപ്പ് പോലെയുള്ള സ്വരൂപത്തിൽ അവിടെയും പെരുമ്പടപ്പ് ഗ്രന്ഥവരി എന്ന് പറഞ്ഞുള്ള ഗ്രന്ഥവരിയുണ്ട്. ഈ ഗ്രന്ഥവരികൾ വാസ്തവത്തിൽ ഈ ക്ഷേത്രങ്ങളിലെ ദൈനംദിന പൂജ അടിയന്തരങ്ങളും മറ്റ് സവിശേഷമായിട്ടുള്ള കാര്യങ്ങളും രേഖപ്പെടുത്തുന്നതിനൊപ്പം അവയുടെ ആരൊക്കെയാണ് ചുമതലക്കാർ, അവർക്ക് എന്തൊക്കെ സർവീസുകൾ അവിടെ നടത്തണം, അവർക്ക് എന്തെല്ലാം പ്രതിഫലമായിട്ട് നൽകണം, അങ്ങനെയുള്ള ക്ഷേത്രത്തിൻ്റെ ദൈനംദിന കാര്യങ്ങളിൽ തുടങ്ങി പിന്നീട് അങ്ങോട്ട് അതിൻ്റെ തീം വളരെ വിപുലമായി ക്ഷേത്രത്തിൻ്റെ മൊത്തം സമ്പത്ത് എന്താണ്, ക്ഷേത്രത്തിൻ്റെ ഭൂമി എത്രയുണ്ട്, ക്ഷേത്രത്തിൻ്റെ വരുമാനം എന്തൊക്കെയുണ്ട്, വിവിധ കാലങ്ങളിലുണ്ടായിട്ടുള്ള ക്ഷേത്രത്തിൻ്റെ അപ്സ് ആൻഡ് ഡൗൺസ് എന്ന് പറയുന്നത്, അങ്ങനെ വിവിധ സ്വഭാവത്തിലുള്ള കാര്യങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ടാണ് ഗ്രന്ഥവരികൾ എഴുതപ്പെട്ടിട്ടുള്ളത്. ഗ്രന്ഥവരികൾ ഏത് കാലത്ത് എഴുതപ്പെട്ടതാണ് എന്ന് വിനോദ് ചോദിക്കുകയുണ്ടായി. വളരെ ട്രിക്കി ആയിട്ടുള്ള വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യമാണ് ഇത്. എന്താ കാരണം എന്ന് വെച്ചാൽ ഗ്രന്ഥവരികൾ നാം ഇന്ന് വായിക്കുമ്പോൾ നമ്മളൊക്കെ സംസാരിക്കുന്ന മലയാളത്തിൻ്റെ കുറച്ച് ആദ്യ രൂപം ആയിട്ട് മാത്രമേ തോന്നുകയുള്ളൂ. പക്ഷേ ഗ്രന്ഥവരികളിൽ പറയുന്ന കാര്യങ്ങൾ പല കാലത്തേതാണ്. ആ ഗ്രന്ഥവരി വായിച്ചാൽ നമുക്കറിയാം അതിലെ ഈ 1850കളിലുള്ള ഒരു സംഭവമാണ് അതിലാദ്യം പറയുന്നത്. പിന്നീട് പറയുന്നത് അതിന് 200 കൊല്ലം മുമ്പ് സംഭവിച്ച കാര്യമാണ്. അതായത് ആദ്യം പറയുന്നത് 899 കൊല്ലവർഷം 899 കാര്യമാണ്. അങ്ങനെ കൊല്ലവർഷം 1100കളിൽ പോലുമുള്ള കാര്യങ്ങൾ ഗ്രന്ഥവരികളിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ കാലനിർണയം എന്ന് പറയുന്നത് നമുക്ക് ഭാഷയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ പറയാൻ കഴിയൂ. ഈ പെരുവനം ഗ്രന്ഥവരിയുടെ ഒരു പൊതു സ്വഭാവം വെച്ച് ഈ ഗ്രന്ഥവരികൾ എഴുതപ്പെട്ടിട്ടുള്ളത് 16-ാം നൂറ്റാണ്ടിന് ശേഷമാണ് എന്ന് അതിൻ്റെ മലയാളം വെച്ച് നമുക്ക് പറയാൻ കഴിയും. ഈ ഗ്രന്ഥവരികൾ എല്ലാം കൂടി ഒരു ദിവസം എഴുതിയതാണ് എന്നൊന്നും നമ്മൾ കരുതരുത്. കാരണം ഇത് പെരുവനം ഗ്രന്ഥവരി തന്നെ ഉദാഹരണമായി എടുത്താൽ അതിലിങ്ങനെ കുറേ കാര്യങ്ങൾ മുമ്പ് നടന്ന കാര്യങ്ങൾ ഇങ്ങനെ ഓർത്തെടുത്ത് പറയുന്ന രീതിയാണ്. ഉദാഹരണമായി ഒന്നാമതായി എന്ന് പറഞ്ഞിട്ട് ഒന്നാമതായി രണ്ടാമതായി. അതിൽ ഒന്നാമതായി എന്ന് പറയുന്നത് പെരുവനം ക്ഷേത്രം പൂരു മഹർഷി തപസ്സിരുന്നപ്പോൾ അവിടെ ഇരട്ടയപ്പൻ പ്രത്യക്ഷപ്പെടുകയും അങ്ങനെ ഇരട്ടയപ്പൻ്റെ ഇത് പ്രതിഷ്ഠിക്കുകയും ചെയ്തു എന്നാണ്. പ്രതിഷ്ഠ നടത്തിയത് പൂരു മഹർഷി തന്നെയാണ്. രണ്ടാമതായി എന്ന് പറഞ്ഞിട്ട് പറയുന്നു ഇത് പെരുമ്പടപ്പ് സ്വരൂപത്തിൻ്റേതാണ്. മൂന്നാമതായി എന്ന് പറഞ്ഞിട്ട് പറയുന്നു ഇതിൽ 21 ദേശക്കാർ പെരുവനത്തിൻ്റേതും 21 ദേശക്കാർ പെരുവനത്തിന് പുറത്തുമായി, അങ്ങനെ 42 ദേശക്കാരാണ് സഭായോഗത്തിലുള്ളതെന്ന് പറയുന്നുണ്ട്. പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിങ്ങനെ വിവരിച്ചു പോകുന്നു. അപ്പോൾ വളരെ പഴയതും പുതിയതും, ചിലപ്പോൾ പുതിയത് ആദ്യം പറയുന്നു, പഴയത് പിന്നീട് പറയുന്നു.
അങ്ങനെ കാലഗണന പലപ്പോഴും തെറ്റിച്ചുകൊണ്ട് ഒട്ടും ക്രോണോളജിക്കൽ അല്ലാതെ കാലഗണനയ്ക്ക് അനുസൃതമല്ലാത്ത രീതിയിലുള്ള നരേഷൻ കാരണം ഇത് നമുക്ക് കൃത്യമായിട്ട് എന്ന് പറയാൻ കഴിയില്ല. ഭാഷയുടെ സ്വഭാവം വെച്ച് 16 അല്ലെങ്കിൽ 17-ാം നൂറ്റാണ്ടിലൊക്കെ എഴുതപ്പെട്ടിട്ടുള്ളതാണ്. തന്നെയുമല്ല, ഈ ഗ്രന്ഥവരിയിലെ വേറൊരു പ്രശ്നമെന്ന് പറയുന്നത് ഇപ്പോൾ സമാഹരിക്കപ്പെട്ടിട്ടുള്ള ഗ്രന്ഥവരി അത് വാസ്തവത്തിൽ ഒരു ഗ്രന്ഥവരിയാണോ ഒന്നിലേറെ ഗ്രന്ഥവരിയാണോ എന്ന് ആലോചിക്കേണ്ടതുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ പെരുവനം ഗ്രന്ഥവരി എന്ന് നമ്മൾ സിംഗുലർ, അതായത് ഏകവചനത്തിൽ പറയാൻ കഴിയില്ല. ഒരുപാട് ഗ്രന്ഥവരികൾ ചേർന്ന് ഏതോ ഒരു കാലത്ത് സമാഹരിക്കപ്പെട്ടതാണ് നാം ഇന്ന് മനസ്സിലാക്കുന്ന ഗ്രന്ഥവരി. കാരണം യോഗാതിരിയെ അവരോധിക്കുന്നതിനൊരു ഗ്രന്ഥവരിയുണ്ട്. മലപ്പുറം എന്ന് പറയുന്ന പെരുവനം ക്ഷേത്രത്തിന് കുതിരാൻ മലയിലെ അതായത് പശ്ചിമഘട്ടത്തിൽ കുതിരാൻ അകമല ശാസ്താവ് തൊട്ട് കോടശ്ശേരി വരെയുള്ള വിവിധ സ്ഥലങ്ങളിലായി 36 കാതം വനഭൂമി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ വലിയ തർക്കമുണ്ടായി. അത് ഗ്രന്ഥവരിയിൽ പറയുന്ന മലപ്പുറം എന്നാണ്. മലപ്പുറം എന്ന് പറയുന്ന മലയുടെ പുറത്തുള്ള ഭൂമി എന്നാണ്, അല്ലാണ്ട് ഇന്നത്തെ മലപ്പുറം ജില്ലയല്ല. മലപ്പുറത്തുള്ള തർക്കം പരിഹരിക്കുന്നതിനായിട്ട് യോഗത്തിൽ ചേർന്ന് ഉണ്ടാക്കിയ ഗ്രന്ഥവരി, പിന്നെ അവരോധത്തിനുള്ള ഗ്രന്ഥവരി, അങ്ങനെ ഓരോരോ കാര്യങ്ങൾക്കുള്ള ഗ്രന്ഥവരികൾ വേറെ വേറെ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഗ്രന്ഥവരി ഒന്നല്ല, ഒട്ടേറെ ഗ്രന്ഥവരികൾ ചേർന്നാണ് ഇന്നത്തെ പെരുവനം ഗ്രന്ഥവരി എന്ന് നാം വിളിക്കുന്ന ആ ഡോക്യുമെൻ്റ് രൂപപ്പെട്ടിട്ടുള്ളത്. ഞാൻ ആദ്യം ആ ഗ്രന്ഥവരി ഉപയോഗിച്ചത് പെരുവനം ക്ഷേത്രത്തിൻ്റെ അതിവിശാലമായ ഭൂസ്വത്ത് മനസ്സിലാക്കുന്നതിനും അതിൻ്റെ സാമ്പത്തിക അധികാരങ്ങൾ മനസ്സിലാക്കുന്നതിനും അതിൻ്റെ അതിവിപുലമായ വനസമ്പത്തിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനുമാണ്. രണ്ടാമത്തെ വായനയിൽ ഞാൻ അതിൽ കണ്ടെത്തിയത് അത് ഏതൊക്കെ വിധത്തിൽ ക്ഷേത്രങ്ങൾക്കകത്തുള്ള അധികാര വടംവലികളെ നമ്മൾക്ക് തുറന്നു കാണിക്കുന്നു എന്നുള്ളതാണ്. പെരുവനം ക്ഷേത്രം പിരിക്കുന്ന നികുതികൾ, അവരുടെ ചുങ്കം സ്റ്റേഷനുകൾ, അവരുടെ വ്യത്യസ്ത വരുമാനങ്ങൾ, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഒരു സാമൂഹ്യശാസ്ത്ര വിദ്യാർത്ഥിക്ക് മനസ്സിലാക്കാവുന്ന രീതിയിൽ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഗ്രന്ഥവരികളൊന്നും തന്നെ നമ്മൾക്ക് സാധാരണക്കാരനെ വായിക്കാൻ ഉദ്ദേശിച്ചിട്ടൊന്നും എഴുതിയതല്ല. അതാത് കാലങ്ങളിലെ അല്ലെങ്കിൽ ഓരോ കാലത്തുണ്ടായ സംഭവങ്ങൾ പിൽക്കാലത്ത് ഓർമ്മയിലൂടെ വീണ്ടെടുത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അതിനെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നുവോ അതിനനുസരിച്ചുള്ള ഇൻഫർമേഷനാണ് നമ്മൾക്ക് ലഭിക്കുന്നത്. പെരുവനം ഗ്രന്ഥവരി നമ്മൾക്ക് അതിൻ്റെ അനുഷ്ഠാനപരമായ പ്രാധാന്യം മനസ്സിലാക്കണമെങ്കിൽ യോഗാതിരി അവരോധത്തെക്കുറിച്ചുള്ള ആ ഭാഗം വായിച്ചാൽ മതി. ഒരു യോഗാതിരിയെക്കുറിച്ചുള്ള വിവരമേ പെരുവനം ഗ്രന്ഥവരിയിലുള്ളൂ. അത് അവസാനത്തെ യോഗാതിരിയായിട്ടുള്ള തെക്കേടത്ത് പരമേശ്വരൻ എന്ന് പറയുന്ന ഒരാളുടെ അവരോധത്തെക്കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ അവരോധം എന്ന് നടന്നു എന്ന് അദ്ദേഹത്തിന് ശേഷമുള്ള യോഗാതിരിമാരെക്കുറിച്ച് നമ്മൾക്ക് വിവരമില്ല. പക്ഷേ ആ യോഗാതിരി അവരോധത്തിൻ്റെ ചടങ്ങുകൾ, അതിൽ ഓരോ നാടുവാഴികളും മറ്റുള്ളവരും പങ്കെടുക്കേണ്ടത്, അവരിയ്ക്കേണ്ടത്, അവർ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇങ്ങനെ വളരെ വിശദാംശങ്ങളോടുകൂടി നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. അതുമാതിരി പെരുവനം ക്ഷേത്രത്തിൻ്റെ ഊരായ്മക്കാരെ കുറിച്ചുള്ള വിവരങ്ങളുണ്ടല്ലോ. അതിലൊരിടത്ത് പറയുന്നുണ്ട് പെരുവനം ക്ഷേത്രത്തിൻ്റെ ഊരായ്മക്കാരെന്ന് പറയുന്നത് ചിറ്റൂര് നമ്പൂതിരി, അവണാവ്, കുറുവട്ട അവണാവ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ കുറച്ചുകൂടെ താഴേക്കിറങ്ങി നമ്മൾ വായിക്കുമ്പോൾ അതിൽ കാണുന്നുണ്ട് ഈ പെരുവനം ക്ഷേത്രം പൂരു മഹർഷി സ്ഥാപിച്ചതാണ്. അദ്ദേഹമാണ് അവിടെ പ്രതിഷ്ഠ നടത്തിയത്. പെരുമ്പടപ്പ് രാജാവിൻ്റെ കീഴിലുള്ള ഒരു അമ്പലമാണിത്. അങ്ങനെ പറഞ്ഞ് അതിൽ പറയുന്നുണ്ട് ഇതിലെ ഒരായ്മ സ്ഥാനം ഈ കിരാങ്ങാട്ട് നമ്പൂതിരിക്കാണ്. അപ്പം ഞാനത് കൂടുതൽ വിശദമായ വായനയിലേക്ക് പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ കീരങ്ങാട്ട് നമ്പൂതിരി എന്ന് പറയുന്ന ഒരു പക്ഷേ ആദ്യകാല ഊരാളൻ പിൽക്കാലത്ത് സാമൂതിരിയുമായിട്ടുള്ള ചില പടലപ്പിണക്കങ്ങൾ ഉണ്ടാവുകയും സാമൂതിരി ഒരു വേള ഈ പെരുവനം ക്ഷേത്രത്തിൻ്റെ ഊരായ്മ സ്ഥാനം കൈവശപ്പെടുത്തുകയും ചെയ്തു എന്ന് നമുക്കതിൽ നിന്ന് വരികൾക്കിടയിലൂടെ വായിച്ചാൽ മനസ്സിലാക്കാം.
പിന്നീട് ഈ കീരാങ്ങാട്ട് നമ്പൂതിരി അവിടെ കോഴിക്കോട് പോയി ഈ സാമൂതിരിയുടെ കോവിലകത്തിനടുത്ത് എവിടെയോ ഇതിനു വേണ്ടി കുറേ കാലം താമസിച്ചു. 4-5 തവണ അവിടെ പോയി മാസങ്ങളോളം താമസിച്ചിട്ടും സാമൂതിരിയെ കാണാൻ കഴിഞ്ഞില്ല. അവസാനം അതിൽ പറയുന്ന 12 സംവത്സരം ഈ കീരാങ്ങാട്ട് നമ്പൂതിരി അവിടെ താമസിക്കുകയും അവസാനം സാമൂതിരിക്ക് ചില ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ കാണപ്പെട്ടപ്പോൾ സാമൂതിരിയുടെ മന്ത്രി ഉപദേശിച്ചതനുസരിച്ച് സാമൂതിരി കീരാങ്ങാട്ട് നമ്പൂതിരിയെ കാണുകയും കീരാങ്ങാട്ട് നമ്പൂതിരിയുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു എന്നാണ്. പക്ഷേ കീരാങ്ങാട്ട് നമ്പൂതിരിക്ക് അനുകൂലമായ തീരുമാനമൊന്നും സാമൂതിരി എടുത്തില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കുറേ സ്വത്തൊക്കെ പിന്നീട് മറ്റുള്ളവർക്കായി വഹിക്കപ്പെടുകയാണ് ഉണ്ടാവുന്നത്. അങ്ങനെ ഏതോ ഒരു പോയിന്റിൽ വെച്ച് കീരാങ്ങാട്ട് നമ്പൂതിരിയുടെ ഈ ഊരായ്മ സ്ഥാനം നഷ്ടമാവുകയും പിന്നീട് നമ്മൾ കാണുന്നത് ഈ വല്ലച്ചിറയുള്ള ഈ അവണാവ് എന്ന് പറയുന്ന ഒരു മനയുടെ കീഴിൽ ഇതിൻ്റെ ഊരാളസ്ഥാനം വന്നു ചേരുകയുമാണ്. ഈ അവണാവിനെ തന്നെ ഒരു പോയിന്റ് കഴിയുമ്പോൾ അവണാവിലുള്ള 3 സഹോദരന്മാർ തമ്മിലുള്ള സ്പർദ്ധയും മറ്റു പ്രശ്നങ്ങളും മൂലം ഈ ഊരാളസ്ഥാനം പിന്നീട് 3ആയി വിഭജിക്കപ്പെടുകയാണ്. അങ്ങനെയാണ് അവണാവ്, കുറുവട്ട അവണാവ്, പിന്നെ ഒന്ന് പെരുമ്പള്ളിശ്ശേരിയുള്ള ചിറ്റൂര് നമ്പൂതിരി. അങ്ങനെയാണ് പിൽക്കാല ഊരാളനായിട്ടുള്ള ചിറ്റൂര് നമ്പൂതിരി രംഗപ്രവേശം ചെയ്യുന്നത് പിൽക്കാലത്താണെന്ന് ഒരു പക്ഷേ നമുക്കിത് വായിച്ചാൽ മനസ്സിലാകും. ഇതിനൊക്കെ പുറമെ പെരുവനം ക്ഷേത്രത്തിൽ സാമൂതിരി എങ്ങനെ ഇടപെട്ടുവെന്നും സാമൂതിരിയുടെ ഇടപെടൽ മൂലം കൊച്ചി രാജാവിന് എങ്ങനെ പെരുവനം ക്ഷേത്രത്തിലുള്ള സ്വാധീനം നഷ്ടപ്പെട്ടുവെന്നും മനസ്സിലാക്കുന്നതിനും പെരുവനം ഗ്രന്ഥവരി നമ്മൾക്ക് ഉപയോഗപ്പെടും. ഈ ഗ്രന്ഥവരി എന്ന് പറയുന്ന ഈ ഡോക്യുമെൻ്റ് അടുത്ത കാലം വരെ ആരും ഉപയോഗിച്ചിരുന്നില്ല. എല്ലാവരും അത് എന്താ പറയുക, ഒരു അവിശ്വസനീയമായ ഒരു പ്രമാണം, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു വിശ്വാസ്യത കുറഞ്ഞൊരു ഡോക്യുമെൻ്റ് എന്ന നിലയിൽ മാത്രമേ അതിനെ ഉപയോഗിക്കാൻ കഴിയൂ എന്നാണ് ആദ്യമൊക്കെ ആളുകൾ കരുതിയിരുന്നത്. കഴിഞ്ഞൊരു 10, 20 അല്ലെങ്കിൽ 30 വർഷമായിട്ടാണ് ഗ്രന്ഥവരികൾ അപ്രകാരമല്ലെന്നും അവയെ നമ്മൾ ഒരു സാമൂഹ്യശാസ്ത്രത്തിൻ്റെ പരിശീലനം ലഭിച്ച ആൾക്ക് വിദഗ്ധമായി ഉപയോഗിക്കാൻ കഴിയുമെന്നും തിരിച്ചറിഞ്ഞത് ഈ കഴിഞ്ഞ 10-30 വർഷത്തിനിടയിലാണ്. പെരുവനം ഗ്രന്ഥവരിയുടെ അതിവിശിഷ്ടമായൊരു സ്വഭാവം എന്ന് പറയുന്നത് സീക്രട്ട് ജിയോഗ്രാഫിയെക്കുറിച്ചുള്ള, പാവനമായ ഭൂമിശാസ്ത്രത്തെക്കുറിച്ചുള്ള വിവരണങ്ങളാണ്. അതിൽ പറയുന്നുണ്ട്, പെരുവനം സങ്കേതത്തിൻ്റെ അതിർത്തി എന്ന് പറയുന്നത് 4 ശാസ്താക്കന്മാരാണ്. അതായത് വടക്ക് അകമല ശാസ്താവും, തെക്ക് കോടശ്ശേരി ശാസ്താവും, കിഴക്ക് കുതിരാനിലെ ശാസ്താവും, പടിഞ്ഞാറ് എടതിരിഞ്ഞ് ശാസ്താവുമാണ്. ഇത് മാത്രമല്ല, പെരുവനം ക്ഷേത്രത്തിൻ്റെ 4 അതിരുകൾക്കുള്ളിലുള്ള കംപ്ലീറ്റ് നിലങ്ങൾ, പറമ്പുകൾ, അതേമാതിരി തന്നെ വനഭൂമിയിൽ നിന്നുള്ള വരുമാനം, ക്ഷേത്രം പിരിക്കുന്ന നികുതി, ക്ഷേത്രത്തിന് മറ്റു വിധത്തിൽ ലഭിക്കുന്ന ടാക്സുകൾ, പാട്ടം, മേൽവാരം, ഇങ്ങനെ ഒട്ടനവധി നികുതികളും ക്ഷേത്രത്തിൻ്റെ അധികാര പ്രയോഗങ്ങളെക്കുറിച്ചുമുള്ള വിവരങ്ങൾ പെരുവനം ഗ്രന്ഥവരി നൽകുന്നു എന്നുള്ളത് അത് സാമ്പത്തികമായ ചരിത്രം പഠിക്കുന്നവർക്കും സാംസ്കാരിക ചരിത്രം പഠിക്കുന്നവർക്കും പൊതുവെ ചരിത്രകാരന്മാർക്കെല്ലാം തന്നെ വളരെ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു പ്രമാണമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു ഗ്രാമത്തിൻ്റെ കഥകൾ പറയുമ്പോൾ, ഗ്രാമത്തിൻ്റെ ചരിത്രം പറയുമ്പോൾ പഴയകാല ഗ്രന്ഥവരികൾ, പഴയകാല ലിഖിതങ്ങൾ, അതിനൊക്കെ വളരെയേറെ പ്രാധാന്യമുണ്ട്. പെരുവനം ഗ്രന്ഥവരിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് മനോഹരമായി സംസാരിച്ച ശ്രീ വേണുഗോപാലൻ മാഷ്ക്ക് വളരെയേറെ നന്ദി. അടുത്ത ഇതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ വരുന്നതാണ്. ഈ പെരുവനം ഗ്രന്ഥവരിയുടെ അതിൻ്റെ വിശ്വാസ്യതയും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നമുക്ക് മനസ്സിലാക്കി തന്ന വേണുഗോപാലൻ മാഷോടുള്ള പ്രത്യേക സ്നേഹം പറഞ്ഞുകൊണ്ട് ഈ ഭാഗം ഇവിടെ പൂർണ്ണമാവുകയാണ്.